കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവവചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുവാനിടയായിത്തീർന്നത്. വളർച്ചയിൽ കുറിയവനും ധനവാനും ചുങ്കക്കാരിൽ പ്രമാണിയുമായ സഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വേണ്ടി ശ്രമിച്ച് ഒരു കാട്ടൊത്തിമേൽ കയറിയിരുന്ന് യേശുവിനെ കാണുവാൻ ശ്രമിക്കുകയും യേശു അവിടെ വന്നപ്പോൾ അവനെ വിളിച്ചിറക്കി തൻ്റെ ഭവനത്തിലേക്ക് പോയി പാർക്കുകയും അവനുണ്ടായ മാനസാന്തരത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. താൻ വലിയൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അന്ന് ആ ദേശമൊക്കെയും അറിയപ്പെടുകയും സംസാര വിഷയവുമായ ഒരു വിഷയമാണ് നസ്രയനായ യേശുക്രിസ്തുവിൻ്റെതായ പ്രവർത്തനങ്ങൾ. എന്നും ഒരു സംസാര വിഷയം പോലെ അവിടെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. കാരണം യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു. ആയതിനാൽ അനേക പേര് യേശുവിൻ്റെ പുറകെ ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു, അടുത്ത ദിവസം കടലിനു മീതെ നടക്കുന്നു, അതിനടുത്ത ദിവസം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, അതിനടുത്ത ദിവസം 5 അപ്പം കൊണ്ട് 5000 പേരെ ഭോഷിപ്പിക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം ചെകിടന്മാരെ കേൾപ്പിക്കുന്നു. ഇങ്ങനെ ഒത്തിരി 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 അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുന്നു. യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്നവരും കാണുന്നവരും കേൾക്കുന്നവരും അങ്ങ് പറഞ്ഞ് ഓരോ ദിവസവും യേശുവിൻ്റെ പുറകെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. യേശു കർത്താവ് എവിടെ ഉണ്ടോ അവിടെ ജനങ്ങളുടെ വലിയ ഒരു റാലി യേശുവിൻ്റെ പുറകെ നടക്കുകയാണ്. നടക്കുക മാത്രമല്ല, ഓരോ ദിവസം അത്ഭുതം പ്രാപിക്കുന്നവർ, അത്ഭുതം അനുഭവിക്കുന്നവർ, അവർ കവലകളിലും ചന്തകളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ പോയി യേശുവിൻ്റെതായ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയാണ്. ചെകിടന് അവൻ്റെതായ അത്ഭുതം, അവൻ അനുഭവിച്ച അത്ഭുതം അതിൻ്റെ രീതിയിൽ പറയുന്നു. കുഷ്ഠരോഗി അവൻ അനുഭവിച്ച അത്ഭുതം അവൻ്റെ രീതിയിൽ പറയുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ ഭോഷിപ്പിച്ചതിൻ്റെതായ അത്ഭുതം അതിൻ്റെ രീതിയിൽ പറയുന്നു. കടലിനു മീതെ നടന്നതിൻ്റെതായ അത്ഭുതം അതിൻ്റെതായ രീതി. ഇങ്ങനെ ഓരോരോ കവലകളിലും ചന്തകളിലും ഒക്കെ യേശുക്രിസ്തു വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. മറ്റൊന്നും പറയുവാൻ അവിടെ ആരുമില്ല, ആർക്കും കഴിയുന്നില്ല, ആർക്കും അതിൻ്റെ ആവശ്യമില്ല. ആര് വായി തുറന്നാലും യേശു യേശു യേശു. ചന്തയിലും കവലയിലും വീട്ടിലും പള്ളിയിലും എല്ലാം യേശു. സാധാരണക്കാരുടെ ഇടയിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും മതനേതാക്കന്മാരും എല്ലാം യേശു യേശു യേശു. യേശുവിനെക്കുറിച്ച് പറയുകയാണ്. എവിടെയും യേശുവിനെക്കുറിച്ച് പറയുന്നു. അതേ പ്രിയരെ, യേശുവിൻ്റെ അത്ഭുതം പ്രാപിച്ച ഞാനും നിങ്ങളും പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യേശുവാണ്. ഒരു കാലത്ത് നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു, ശാപത്തിൻ്റെ കീഴിലായിരുന്നു, ആർക്കും വേണ്ടാത്തവരായിരുന്നു. നമ്മളെ രക്ഷിച്ചത്, ഇന്ന് നമ്മളായിരിക്കുന്ന നിലയിലേക്ക് നമ്മൾ എത്തിയത് നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല, നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തതുകൊണ്ടല്ല. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ എത്തപ്പെടുവാനിടയായി തീർന്നത്.
അങ്ങനെ നമ്മുടെ ജീവിതം യേശു ഏറ്റെടുത്തത് കൊണ്ടാണ് മാറ്റിമറിഞ്ഞത്. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൗഭാഗ്യത്തിലേക്ക്, ഈ ഒരു നല്ല അനുഭവത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും പുറപ്പെടേണ്ടത് യേശുവിനെ കുറിച്ചായിരിക്കണം. അത് കവലയായാലും, അത് ചന്തയായാലും, അത് പള്ളിയായാലും, അത് നമ്മൾ പാർക്കുന്ന വീടായാലും, നമ്മുടെ നാവിൽ യേശുവിനെ ഉയർത്തുന്ന, യേശുവിനെ സ്തുതിക്കുന്ന, യേശുവിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഇങ്ങനെ അന്ന് യേശുവിനെ കുറിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്തയിൽ പോയാലും യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, എവിടെ പോയാലും യേശുവിനെ കുറിച്ച്. അങ്ങനെ ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ എന്നും യേശുവിനെ കുറിച്ച് കേട്ട് 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 താൻ വല്ലാത്തൊരു അനുഭവത്തിലേക്കായി. തൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം ഉദിച്ചു, ഈ യേശുവിനെ എനിക്കൊന്ന് കാണണം. ഉണ്ടോ? നമ്മൾ യേശുവിനെ കുറിച്ച് പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് യേശുവിൻ്റെ അരികിലേക്ക് വരണമെന്ന് തോന്നുന്നത്. നമ്മൾ യേശുവിനെ കുറിച്ച് പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് യേശുവിനെ ഒന്ന് അനുഭവിക്കണമെന്ന് തോന്നുന്നത്. അനുഭവിച്ച നമ്മൾ മിണ്ടാതിരുന്നാൽ, അനുഭവിച്ച നമ്മൾ പറയാതിരുന്നാൽ ഒരിക്കലും അറിഞ്ഞൂടാത്തവർക്ക് യേശുവിനെ അറിയുവാൻ താല്പര്യമുണ്ടാകത്തില്ല. നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വിടുതലുകൾ യേശുവുമായി ബന്ധമില്ലാത്തവരോട് പറയുമ്പോഴാണ് നാളുകളിൽ അവർ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ഇങ്ങനെ എവിടെ പോയാലും യേശുവിനെക്കുറിച്ചുള്ള ചർച്ച, യേശുവിനെക്കുറിച്ചുള്ള സംസാരം. യേശുവുമായി ബന്ധമില്ലാത്ത സക്കായിക്ക് ഒരാഗ്രഹമുളവായി, ഈ യേശുവിനെ എനിക്കൊന്ന് കാണണം, ഈ യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. അവിടെ നമ്മൾ വചനം വായിക്കുമ്പോൾ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ അവൻ ശ്രമിച്ചു എന്നാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ഓരോ വ്യക്തികളും അവർക്കുണ്ടായ അനുഭവങ്ങൾ യേശുവിനെ കുറിച്ച് പറയുകയാണ്. കുഷ്ഠരോഗിക്കുണ്ടായ വിടുതൽ അതിൻ്റെതായ രീതിയിൽ അവൻ യേശുവിനെ കുറിച്ച് പറയുന്നു. കുരുടനുണ്ടായ വിടുതൽ അതിൻ്റെതായ രീതിയിൽ യേശുവിനെ കുറിച്ച് പറയുന്നു. മുടന്തനുണ്ടായ വിടുതൽ അതിൻ്റെതായ രീതിയിൽ യേശുവിനെ കുറിച്ച് പറയുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് അനുഭവിച്ചവരും കണ്ടവരും അതിൻ്റെതായ രീതികളിൽ യേശുവിനെ കുറിച്ച് പറയുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് അതിൻ്റെതായ രീതിയിൽ പറയുന്നു. ഇനി കടലിനു മീതെ നടന്നത് അതിൻ്റെതായ രീതിയിൽ പറയുന്നു. ഇനി മരിച്ചവരെ ഉയർപ്പിച്ചത് അതിൻ്റെതായ രീതിയിൽ പറയുന്നു. ഇങ്ങനെ കണ്ടവരും അനുഭവിച്ചവരും യേശുവിനെ കുറിച്ച് ഒരുപോലെയല്ല പറയുന്നത്, പല രീതിയിൽ പറയുന്നു. ഓരോരുത്തർക്ക് കിട്ടുന്ന വിടുതൽ വ്യത്യസ്തമാണല്ലോ. ആ വ്യത്യസ്തമായ വിടുതൽ വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത്. ഓരോരുത്തർ ഒരു കാര്യം തന്നെ 10 പേര് പറയുമ്പോൾ 10 രീതിയിലാണ്. യേശു ക്രിസ്തുവിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചവർ പറയുന്നത് പോലെയല്ല അത്ഭുതം കണ്ടവർ പറയുന്നത്. അത്ഭുതം കണ്ടവർ പറയുന്നത് പോലെയല്ല അത്ഭുതം കേട്ടവർ പറയുന്നത്. ഇങ്ങനെ അനുഭവിച്ചവർ, കണ്ടവർ, കേട്ടവർ 3 തരത്തിൽ പറയുന്നു. അപ്പോൾ ഈ സക്കായിക്ക് ഒരാഗ്രഹം, ഒത്തിരി വർത്തമാനങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നു, പറയുന്നു. ഈ യേശുവിനെ എനിക്കൊന്ന് കാണണം. ഇവൻ ധനവാനാണ്, ഇവൻ പ്രമാണിയാണ്, ഇവൻ വളർച്ചയിൽ കുറിയവനാണ്. പല തടസ്സങ്ങളുണ്ട്. സമൂഹത്തിൽ അവനൊരു നിലയും വിലയുമുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലാണ്. പക്ഷെ യേശുവിനെ കാണണം എന്ന ഒരാഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉദിച്ചു കേട്ടോ. അതുകൊണ്ട് അവൻ ചിന്തിച്ചത്, യേശു എന്നെ കാണരുത്, യേശുവിനെ എനിക്ക് കാണണം. ആയതിനാൽ അവനൊരു കാട്ടത്തിമേൽ കയറിയിരുന്ന് യേശു വരുന്ന വഴിയിൽ യേശുവിനെ കാണുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു ആ വഴിയെ വന്നു. അവിടെ എത്തിയിട്ട് മുകളിലോട്ട് നോക്കി ഈ സക്കായിയെ കണ്ടിട്ട് യേശു കർത്താവ് വിളിക്കുന്നു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കണ്ടോ, കാണാൻ ആഗ്രഹിച്ചവൻ്റെ അടുക്കൽ യേശു വന്നിട്ട് വിളിക്കുകയാണ്, നീ വേഗം ഇറങ്ങി വാ. ഇന്ന് പലരും യേശുവിനെ കാണണം, യേശുവിനെ ആരാധിക്കണം, യേശുവുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കണം,
ഇനിയുള്ള ആയുസ് യേശുവുമായുള്ള ബന്ധത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യും. യേശുവിനോടുള്ള ബന്ധത്തിൽ മുന്നേറുവാൻ കഴിയാതെ വളരെ ഉയർച്ചയിലിരിക്കുകയാണ്. യേശുവിനോട് ഒപ്പം ജീവിതം നയിക്കണമെങ്കിൽ യേശുവിനോടൊപ്പം ഇറങ്ങി വരണം. യേശുവിനേക്കാൾ, ദൈവത്തെക്കാൾ മുകളിലിരുന്നാൽ ഒരിക്കലും നമുക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി കഴിയത്തില്ല പ്രിയരെ. യേശു കർത്താവിനെ കാണണം, യേശു കർത്താവിനെ ആരാധിക്കണം, യേശു കർത്താവുമായി ഒരു നല്ലൊരു ബന്ധം സ്ഥാപിക്കണം, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നാൽ മാത്രമേ ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ എന്നത് മറ്റൊരു സത്യമാണ്. ഇവൻ ഇരിക്കുന്നത് ദൈവത്തെക്കാളും മുകളിലാണ്. ഇവൻ്റെ ചിന്താഗതികളെല്ലാം ദൈവത്തെക്കാൾ മുകളിലാണ്. ഇവനായിരിക്കുന്നത് ദൈവത്തെക്കാൾ ഉയരത്തിലാണ്. അതുകൊണ്ട് ദൈവം പറയുന്നു, നീ ഇറങ്ങി വാ. അതെ, നമ്മൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നാലേ, ഒന്ന് സമർപ്പിച്ചാലേ, താണുകൊടുത്താലേ, താണു വന്നാൽ മാത്രമേ നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. ചിലർ പറയാറുണ്ട്, കഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. ഒന്ന് നമ്മൾ വിടണം, ഒന്ന് നമ്മുടെ സ്റ്റാറ്റസ് വിടണം. നമ്മുടെ സ്ഥാനമാനങ്ങൾ ചിലപ്പോൾ വിടേണ്ടി വരും. നമ്മുടെ ഈ സമൂഹത്തുള്ള നിലയും വിലയും ചിലപ്പോൾ വിടേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ, ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിലെ സ്ഥാനവും മാനവും മഹത്വവും എല്ലാ പേരും പ്രശസ്തിയും എല്ലാം നമുക്ക് വേണം. അപ്പോൾ തന്നെ സ്വർഗരാജ്യത്തിലും പോകണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല പ്രിയരെ. ഇവിടെയും നമ്മൾ സന്തോഷത്തോടെ സുഖിച്ച് ജീവിക്കണം. ഈ മരണശേഷവും നമ്മൾ സ്വർഗീയ സന്തോഷത്തിൽ, സ്വർഗീയ അനുഭവത്തിലായിരിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും സാധ്യമല്ല. ഇവിടെയും സ്വർഗതുല്യമായി ജീവിച്ച് വരുവാനുള്ള ലോകത്തിലും സ്വർഗീയ സന്തോഷം അനുഭവിക്കണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സാധ്യമല്ല. ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഒന്ന് ഈ ഭൂമിയിലെ സ്വർഗീയ ജീവിതം, അല്ലെങ്കിൽ വരാൻ പോകുന്ന സ്വർഗീയ ജീവിതം. അത് രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പലയിടത്തു നിന്നും നമ്മൾ ചിലപ്പോൾ ഇറങ്ങി വരേണ്ടി വരും. പല സ്ഥാനമാനങ്ങളിൽ നിന്നും നമ്മൾ ഇറങ്ങി വരേണ്ടി വരും. ഈ ലോകത്തിലെ പേരും പ്രശസ്തിയിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി വരേണ്ടി വരും. ഈ ലോകത്തിലെ പലതിൽ നിന്നും നമ്മൾ വിട്ടു മാറേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആഗ്രഹവും അതാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവനെ പിന്നെ ആരും അവകാശം പറയരുത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ്റെ മേൽ പിന്നെ ആരും അധികാരം പറയരുത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതോ കഴിഞ്ഞുപോയി. കേട്ടോ പ്രിയരെ, അതെ, യേശു ക്രിസ്തു സഖായിയോട് പറയുന്നു, വേഗം ഇറങ്ങി വാ. അവൻ ബന്ധപ്പെട്ട്, അല്ലേ, വചനം അവിടെ ഇങ്ങനെയാ പറയുന്ന 6-ാം വാക്യം, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ. യേശു കർത്താവ് ഒന്ന് വിളിച്ചപ്പോൾ, യേശു കർത്താവ് അവനെ ഒന്ന് കണ്ടപ്പോൾ, സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ബന്ധപ്പെട്ടിറങ്ങി എന്നാണ്. സന്തോഷത്തോടെ കൈക്കൊണ്ട്. അയ്യോ, എന്നെ യേശു കണ്ടല്ലോ, അയ്യോ യേശു കണ്ടുപോയല്ലോ എന്നവൻ നിരാശയോടെയല്ല, ലോകത്തിൻ്റെ രക്ഷകനായി യേശു എന്നെ കണ്ടു, എന്നെ വിളിച്ചു, വേഗം ഇറങ്ങി വരുവാൻ പറഞ്ഞു. അപ്പോൾ അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ കൈക്കൊണ്ടു യേശുവിനെ. അതെ, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷമാണ്, മഹാസന്തോഷമാണ് യേശു ക്രിസ്തു. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിൽ പരം സന്തോഷം ഏതാ ഉള്ളത്? കാരണം സക്കായി ദേശത്തിന് ഒരു ഭാരം പോലെയാണ്. അവൻ എല്ലാവർക്കും ഒരു ഭാരം പോലെയാണ്. സക്കായിയുടെ വീട്ടിൽ ആരും വരത്തില്ല. സക്കായി എല്ലാവരും വെറുത്തിരിക്കുകയാണ്. സക്കായി എല്ലാവരും പഴിക്കുകയാണ്.
ബന്ധുക്കളായാലും ചാർച്ചക്കാരായാലും കുടുംബക്കാരായാലും പള്ളിക്കാരായാലും ചന്തയിലുള്ളവരായാലും സമൂഹത്തിലുള്ളവരായാലും എല്ലാവരും സക്കായിയെ ശപിക്കുകയാണ്, പഴിക്കുകയാണ്. സക്കായിയുടെ വീട്ടിൽ ആരും വരത്തില്ല, കുറേ കാശുണ്ട്, പക്ഷേ സക്കായിയുടെ വീട്ടിൽ ആരും വരത്തില്ല, സക്കായിയുമായി ആരും ബന്ധമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ രക്ഷകനായ യേശു പറയുന്നത്, സക്കായിയെ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോകുകയാണ്, വരാൻ പോകുകയാണ്. ആരാ സന്തോഷിക്കാത്തത്? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ MLA നമ്മുടെ വീട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാകും. അല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഇന്ന് പാർക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്നയാളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ നമ്മുടെ വീട്ടിൽ വരുന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മളോടൊപ്പം പാർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയുമോ? നമ്മളൊരിക്കലും പറയത്തില്ല. ഇതുപോലെയാണ് ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു അന്നത്തെ ചർച്ചാ വിഷയമായ, അന്ന് എല്ലാവരും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ വീട്ടിൽ വരുന്നു, യേശു ക്രിസ്തു തന്നോടൊപ്പം പാർക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ സക്കായി സന്തോഷിച്ചു. അതെ, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്ന സന്തോഷമാണ് കേട്ടോ. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും വീട്ടിലും വന്നാൽ അന്നു മുതൽ സന്തോഷം തുടങ്ങുകയാണ്. നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ കഷ്ടതകൾ മാറും, നമ്മുടെ കണ്ണുനീര് മാറും, നമ്മുടെ നിരാശകൾ മാറും, നമ്മുടെ പ്രതികൂലങ്ങൾ മാറും, നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരും. യേശു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറും. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറിയത് യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചപ്പോഴാണ്, യേശു എൻ്റെ ജീവിതം ഏറ്റെടുത്തപ്പോഴാണ്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് ദുഃഖത്തിലായിരുന്നാലും ഏത് വിഷയഭാരത്തിലായിരുന്നാലും, ആർക്കും വേണ്ടാത്ത വ്യക്തിയാണെങ്കിലും, ജീവിതം മടുത്തു, ഇനി മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുത്താൽ, യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ, യേശു നിങ്ങളുടെ ജീവിതം ഏറ്റെടുത്താൽ, നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. അതെ, സക്കായിയുടെ ജീവിതം അന്നു മുതൽ മാറി. സക്കായിയുടെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ, സക്കായിയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടായി. അവൻ്റെ ജീവിതം അന്നു മുതൽ മാറുവാനിടയായി. അവനൊരു പുതിയ വ്യക്തിയായി തീരുവാനിടയായി. അന്നുവരെ സക്കായി ആർക്കും വേണ്ടായിരുന്നു, അന്നുവരെയും സക്കായിക്ക് ആരെയും വേണ്ടായിരുന്നു. പക്ഷെ യേശു ജീവിതത്തിൽ വന്നപ്പോൾ, യേശു വീട്ടിലേക്ക് വന്നപ്പോൾ, യേശു സക്കായിയുടെ ജീവിതം ഏറ്റെടുത്തപ്പോൾ, അന്നു മുതൽ സക്കായി അനേകവർക്കൊരു അനുഗ്രഹമായി. അതെ പ്രിയരെ, ഇന്ന് നിന്നെ ആർക്കും വേണ്ടെങ്കിൽ, നീ വീട്ടുകാർക്കൊരു ഭാരമാണെങ്കിൽ, നീ നാട്ടുകാർക്കൊരു ശല്യമാണെങ്കിൽ, നിന്നെ സ്നേഹിപ്പാൻ ഇവിടെ ആരുമില്ലെങ്കിൽ, നിന്റെ ജീവിതം എല്ലാവർക്കും ഒരു തലവേദനയെങ്കിൽ, യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നിന്റെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതം മാറും, നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. നീ മരിക്കണ്ട, നീ നാടുവിടണ്ട, ഈ ലോകത്തിൽ നീ ഒരു ശാപമെന്ന് എല്ലാവരും പറഞ്ഞാലും യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റും. നീ ഒരു പുതിയ അനുഭവത്തിലേക്ക് എത്തും. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് എല്ലാവർക്കും ഒരു ഭാരമെങ്കിൽ നാളെ എല്ലാവരും നിന്നെ മാനിക്കും. അതെ, സക്കായിയുടെ ജീവിതത്തിന് മാറ്റം കൽപ്പിച്ചവൻ, സക്കായിയുടെ ജീവിതം മാറിയതുപോലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. സക്കായി അനുഗ്രഹിച്ച ദൈവം, അവൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ കൊടുത്ത ദൈവം ഈ കേൾക്കുന്ന നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.